വീടുകളിൽ വലിയൊരു കൊള്ളയടിക്കപ്പെടുന്ന പരാതി ആൾക്കാർക്കുണ്ട്. അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ വീടുകൾ അടച്ചു പോയെടുത്ത് പ്രശ്നങ്ങൾ രണ്ട് നിലയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വളണ്ടിയർ പ്രവർത്തനത്തിൽ ആവശ്യമുള്ള വളണ്ടിയർമാർ മതി, അത് പ്രധാനമാണ്. വളണ്ടിയർമാരൊക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവർ, ആരെയും നമ്മൾ ചെറുതായി കാണുന്നില്ല. എന്നാൽ നമുക്കതിൽ കൃത്യമായ ഒരു നിയന്ത്രണം വേണം. പിന്നെ ഇപ്പോൾ മീഡിയ എന്നുള്ളതിൽ നിങ്ങളൊക്കെ ബാഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ, കുറച്ച് ദിവസമല്ലോ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്, ഏത് മാധ്യമങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതൊന്നുമല്ലാതെ ചില ആളുകൾ ഇവിടെ വരുന്നു, വീഡിയോ എടുക്കുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തുള്ളവർ മാത്രമല്ല, മറ്റ് സംസ്ഥാനത്തുള്ളവരുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ചിലർ വെറുതെ വരികയാണ്, വെറുതെ ഒരു സ്ഥലം കാണാൻ വേണ്ടി വരുന്നത് പോലെ ഒരു ദുരന്ത ടൂറിസമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് വരുന്ന സ്ഥിതിയുണ്ട്. ഒരു ഡാർക്ക് ടൂറിസം ആയി കാണുന്നവരുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം. അതുപോലെ തന്നെ ഭക്ഷണം നല്ല നിലയിൽ വളരെ ആത്മാർത്ഥമായി പാചകം ചെയ്ത് നൽകുന്നവരുണ്ട്, അവരെല്ലാം ബഹുമാനിക്കുകയാണ്. ഒരർത്ഥത്തിലും അവരൊന്നും ചെയ്തത് ചെറുതായിട്ട് ആരും കാണുന്നില്ല. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായ ആളുകളുണ്ട്, ഈ രക്ഷാദൗത്യത്തിലെ ആളുകൾ. അത് ചിലർ, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ചിലർ ശ്രദ്ധപ്പെടുത്തി. പ്രത്യേകിച്ച് ആർമിയിലൊക്കെ അങ്ങനെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്തരം രക്ഷാദൗത്യത്തിന് ഭക്ഷണം നൽകുന്നതിൻ്റെ ഒരു സംവിധാനമുണ്ട്. കേരളത്തിൽ നമ്മളെല്ലാം ജനകീയമാണ്, എല്ലാ കാര്യങ്ങളും ജനകീയമാണ്. ഇപ്പോൾ ഷിലൂരിൽ പോയാൽ നിങ്ങളിലുള്ളവർക്കറിയാം അവിടെ എത്രത്തോളം നിയന്ത്രണം ഉണ്ട്. വലിയ നിയന്ത്രണമാണുള്ളത്. മാധ്യമപ്രവർത്തകർക്ക് പോലും 1 കിലോമീറ്റർ അപ്പുറത്ത് തടഞ്ഞു വെച്ച് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. രക്ഷാദൗത്യം നടക്കുന്നിടത്ത് പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഭക്ഷണവും അങ്ങനെ തന്നെയാണ്, ഒക്കെ ആ നിലയിലാണ് പോകുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ നടക്കുന്നുണ്ട്. വോളണ്ടിയർമാർ ആ നിലയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വിതരണം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള പരാതി വരികയാണെങ്കിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ സോണൽ ഹെഡ്മാർ വഴിയാണ് ഇത് നൽകുന്നത്. ഒരു കുഴപ്പവും ആ മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്, ഭക്ഷണം നൽകുമ്പോഴുള്ള വോളണ്ടിയർമാരും നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അനാവശ്യമായി മറ്റ് വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം, ആളുകളുടെ എണ്ണം ശ്രദ്ധിക്കണം, ക്രമീകരിക്കണം എന്നുള്ളതുകൊണ്ട് അതിലും നിയന്ത്രണം വരുത്തുന്നുണ്ട്. ഇതുവരെ ഭക്ഷണം നൽകിയ ആളുകൾ നടത്തിയ സേവനം വളരെ വലുതാണ്. എന്നാൽ രക്ഷാദൗത്യം നടത്തുന്നവർക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ ശരിയായ നിയന്ത്രണം ഉണ്ടാക്കി പോയിട്ടില്ലെങ്കിൽ അതെ, ശരിയായ ഇപ്പം നിലവിൽ പോളിടെക്നിക്കിൽ അതിൻ്റെ ഒരു കേന്ദ്രം വെച്ചിട്ടാണ് നടത്തുന്നത്. അത് ഇതുവരെ ഒരു പരാതി ഇപ്പോൾ വന്നിട്ടില്ല. ഇത്തരം ആളുകളുടെ സഹായമൊക്കെ നമുക്ക് വേണ്ടതുണ്ട്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ശരിയായ നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. ഇവിടെ ഭക്ഷണം നൽകുന്നവരൊക്കെ തന്നെ നല്ല അർത്ഥത്തിലാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ പേരിൽ ചിലർ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള അഭിപ്രായവും പരാതികളും വന്നിരിക്കുകയാണ്. വ്യാപകമായ പണപ്പിരിവ് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങുന്നു എന്നുള്ള പരാതികൾ വരുന്നു, ആക്ഷേപങ്ങൾ വരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രയാസമാണ്. മഹാഭൂരിപക്ഷവും വളരെ ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ ഒരു മൈനോറിറ്റി, ചെറു ന്യൂനപക്ഷം ഇത്തരമൊരു പോരായ്മ വരുത്തുകയാണെങ്കിൽ അത് പ്രയാസമാണ് എന്നാണ് പൊതുവെ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അതിലൊരു ശ്രദ്ധ വേണം, അതേ ഉള്ളൂ. എന്നാൽ ഇതുവരെയും ഈ സേവനം നടത്തിയ എല്ലാവരെയും അതേ അർത്ഥത്തിലാണ് കാണുന്നത്. ഒരാളും അതിൽ പ്രയാസം കണ്ടിട്ടില്ല. മഴ കൊണ്ടും വെയിൽ കൊണ്ടും ഇതിൻ്റെ സേവനത്തിൽ പങ്കെടുത്ത എല്ലാവരും, അത് ഭക്ഷണം വിതരണം ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, വലിയ കാര്യങ്ങളാണ് ചെയ്തത്. അതേ അർത്ഥത്തിലാണ് സർക്കാരും ഞങ്ങളെല്ലാവരും കാണുന്നത്.